CAA-ക്കെതിരെ രാഹുൽ ഗാന്ധി പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാകില്ല, ഇന്ത്യ എന്ന ആശയം മാത്രമായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോഴിക്കോട് UDF-ന്റെ മെഗാ റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എത്രത്തോളം ആവേശമുണ്ടായിരുന്നു കോഴിക്കോട്? എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത്? ലിബീഷ, UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് വളരെ ആവേശം പകർന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട് എത്തിയത്. വൈകിട്ട് 5:30 വിക്രം മൈതാനിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ രാഹുൽ ഗാന്ധി പിന്നീട് അത് കഴിഞ്ഞ് 7:15 കോഴിക്കോട് കടപ്പുറത്തെ വേദിയിലേക്ക് എത്തിയത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് CAA-ക്കെതിരായ കോൺഗ്രസ് നിലപാട് അദ്ദേഹം വ്യക്തമാക്കി എന്നുള്ളത് തന്നെയാണ്. അതായത് പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമായിരിക്കില്ല, ഇന്ത്യ എന്ന ആശയം മാത്രമായിരിക്കും. കോൺഗ്രസിന്റേത് വിഭാഗീയതയുടെയോ വെറുപ്പിന്റെയോ രാഷ്ട്രീയമല്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് തനിക്കെതിരെ നിരന്തരം പറയുന്ന മുഖ്യമന്ത്രി, തനിക്കെതിരെ നിരന്തരം പറയാനും വിമർശിക്കാനും തന്നെ വിമർശിക്കാനുമാണ് മുഖ്യമന്ത്രി സമയം കണ്ടെത്തുന്നത്. RSS-നെതിരെയോ മോദിക്കെതിരെയോ വിമർശനം ഉന്നയിക്കുന്നില്ല. വല്ലപ്പോഴെങ്കിലും മോദിയെയും RSS-നെയും വിമർശിക്കാൻ മുഖ്യമന്ത്രി സമയം ചെലവഴിക്കണം. മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ വിമർശിക്കുന്നതിൽ സന്തുഷ്ടനാണ്. താൻ ഒരു ഇടവേളയും വിശ്രമവും ഇല്ലാതെയാണ് RSS-നെ നിരന്തരം ആക്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ 24/7 എന്നതുപോലെ അവർ തന്റെ പിറകെയാണുള്ളത്. BJP-യും RSS-നെയും ആക്രമിക്കാൻ തനിക്കൊരു മടിയുമില്ല. അതിന്റെ പേരിൽ ED-യും CBI-യും ഒക്കെ തന്നെ വേട്ടയാടിയിട്ടുണ്ട്. MP സ്ഥാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് ഔദ്യോഗിക വസതിയിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും താൻ ഒരു മടിയുമില്ലാതെ തന്നെ RSS-നെയും BJP-യും ഇനിയും വിമർശിക്കും. എന്നിട്ടും തന്റെ സംശയം അതൊന്നുമല്ല. ഈ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ടായിട്ടും അദ്ദേഹത്തെ ഒന്നും ചെയ്യാത്തത്? കാരണം BJP-യെ നിരന്തരം ആക്രമിച്ചതിന്റെ പേരിൽ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ഇപ്പോഴും ജയിലിലാണെന്ന് ഓർക്കണം. അപ്പോഴാണ് കേരള മുഖ്യമന്ത്രിയെ BJP ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചത്. ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയം അത് രാഷ്ട്രീയ ശുദ്ധീകരണത്തിന്റെ ആയുധമല്ല. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ളയാണ്. ജനങ്ങളിൽ നിന്നും മോഷണം നടത്തുന്നതിന്റെ ഏറ്റവും വലിയൊരു ഭാവത്തിനാണ് പ്രധാനമന്ത്രി ഇലക്ട്രൽ ബോണ്ടിലൂടെ രൂപം നൽകിയത്. എന്നിട്ടും ഇലക്ട്രൽ ബോണ്ട് എങ്ങനെ രാജ്യത്തെ ശുദ്ധീകരിക്കും, രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കും എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്നാൽ സുപ്രീം കോടതി തന്നെ അത് നിയമവിരുദ്ധമായി കാണുകയാണ്. ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാനാവാത്തയാളാണ് പ്രധാനമന്ത്രി. അക്കാര്യത്തിൽ അദ്ദേഹത്തോട് സഹതാപം മാത്രമാണ് തനിക്കുള്ളത്. അധികാരത്തോടുള്ള കൊതി അദ്ദേഹത്തെ അന്ധനാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പ്രത്യേകം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുള്ളത് അബ്ദുറഹീമിന്റെ മോചനത്തിനായി മലയാളികൾ ഒറ്റക്കെട്ടായി നടത്തിയ 34 കോടി രൂപയുടെ സ്വരൂപണത്തെ കുറിച്ച് കൃത്യമായി അദ്ദേഹം എടുത്തു പറഞ്ഞു. ആ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കേരളം നടത്തിയത് മഹത്തായ യജ്ഞമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവന്റെ മതം നോക്കിയല്ല കേരളം ആ 34 കോടി രൂപ സ്വരൂപിച്ചത്. അത് വ്യക്തമാക്കുന്നത് RSS-ന്റെയും മോദിയുടെയും വെറുപ്പിന്റെ ആശയത്തിനുള്ള കരുത്തുറ്റ മറുപടിയാണ് അതിലൂടെ കേരളം നൽകിയത്. കേരളം ഇതിലൂടെ ലോകത്തിന് വലിയ പാഠമാണ് നൽകുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്. ഒപ്പം തന്നെ കേരളത്തെ കുറിച്ചും വയനാടിനെ കുറിച്ചും അദ്ദേഹം ഏറെ പുകഴ്ത്തിയാണ് സംസാരിച്ചതും. ലിബീഷ്, ശരി റിയാസ്, കോഴിക്കോട് UDF-ന്റെ മഹാറാലിയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.